ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, ഹലോ, ഞാനേ നാളെ വിളിക്കാം. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് എന്റെ കസിൻ കണ്ടു. ഇനി അമ്മാവനോട് മുത്തശ്ശിയോടൊക്കെ പറയും. ഓക്കെ, ബൈ ബൈ. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ട് എന്റെ മുന്നിൽ നിന്ന് നുണ പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അത് കൊള്ളാലോ. ഞാൻ പൃഥ്വിയുടെ ലാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് പൃഥ്വി കണ്ടോ? ഇല്ലല്ലോ. വെറുതെ കാണാത്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലേ അത് ഞാൻ സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. എനിക്ക് ഒട്ടും സഹിക്കാത്ത കാര്യമാ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ നിങ്ങളുടെ ലാപ്ടോപ്പ് നോക്കുന്നേ? അതിന് എനിക്ക് എന്ത് തേങ്ങ കിട്ടാനാ? ഞാൻ കാണാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഒളിപ്പിക്കാനുണ്ടെങ്കിലേ അത് ഒളിപ്പിച്ച് വെക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. നിർത്തടി. ഈ മുറി കയറി ഇന്നേ വരെ ആരും എന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത് നീയാ. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആകാംക്ഷയുള്ളത് നിനക്ക് മാത്രമാ. നമുക്കിടയിൽ തുടക്കത്തിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ മര്യാദക്ക് സംസാരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. അപ്പോ അത് മുതലെടുത്ത് നീ എന്റെ തലയിൽ കയറാൻ നോക്കുവാണ്. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടമാ. എന്റെ പൃഥ്വി, എന്റെ അമ്മയാണ് സത്യം. ഞാൻ ലാപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. പൃഥ്വിയെ കുറിച്ച് ഇതുവരെ അറിയാവുന്നതിനപ്പുറം എനിക്കൊന്നും അറിയാൻ വേണ്ട. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിച്ചത്. എന്നിട്ടിപ്പോ പൃഥ്വി സംശയിച്ച് സ്പൈ വർക്ക് നടത്താനും മാത്രം പൊട്ടിയാണ് ഞാനെന്ന് പൃഥ്വി കരുതുന്നുണ്ടോ? ഇറ്റ്സ് ഓക്കെ. താൻ കരയണ്ട, അത് വിട്ടേക്ക്. താൻ ഓരോന്ന് എതിർത്ത് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതാ ഞാൻ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞേ. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. കൊച്ചിലെ തൊട്ടുള്ള എന്റെ പ്രശ്നം അത്. ദുർഗ ചെയ്ത പല തെറ്റുകളും എന്റേതാക്കി അച്ഛനോട് പറഞ്ഞു ഒരുപാട് വഴക്കും തല്ലുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ട്രോമ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ എന്റെ കൺട്രോള് പോവും. ഐ എം സോറി പൃഥ്വി. ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കും. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓക്കെ, കരയണ്ട. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലപ്പോ ഞാൻ തന്നെ അറിയാതെ പവർ സ്വിച്ച് ഞെക്കിയിട്ട് വല്ലതും പോയതായിരിക്കും. കരയാതെ വാ, എഴുന്നേക്ക്. ഏയ് സോറിടോ, വിട്ടേക്ക്. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ സംസാരിക്കാൻ പാടാ. അതുകൊണ്ടാ വീട്ടിൽ ചെന്നിട്ട് കോൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ബൈക്കിന്റെ മുമ്പിൽ വട്ടം ചാടിയിട്ട് ഒരുത്തിനെ വട്ടാക്കിന്ന് പറഞ്ഞില്ലേ? അവനെ ഇന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ചിടിച്ചിട്ടു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിയതാ. ഇന്നും ഞാൻ അവനെ തന്നെ വഴക്ക് പറഞ്ഞ്. പാവം, കിളി പോയിട്ട് അവിടെ നടപ്പുണ്ടായിരുന്നു. അതെ, അവന് മനസ്സിലാകും മുമ്പ് ഞാൻ ഓടിപ്പോന്നു. കിരൺ, സ്ലോ ചെയ്തേ. അഞ്ജു എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? അർജന്റ് കോൾ വല്ലതായിരിക്കും.
അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അർജന്റ് കോളായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. ദുർഗ. അയ്യോ, ഹലോ, ഞാനേ നാളെ വിളിക്കാം. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് എന്റെ കസിൻ കണ്ടു. ഇനി അമ്മാവനോടും മുത്തശ്ശിയോടും ഒക്കെ പറയും. ഷോ, ഓക്കെ, ബൈ ബൈ. അയ്യോ, ഹലോ അഷി. അമ്മേ, എന്താ അഷി? എന്താ നിന്റെ ശബ്ദം വല്ലാതെ? എന്താ പറ്റിയേ? ഇന്ന് പൃഥ്വി എന്നെ വഴക്ക് പറഞ്ഞമ്മേ. വഴക്ക് പറഞ്ഞോ? എന്തിന്? എല്ലാത്തിനും കാരണം ദുർഗയാ. ദുർഗയോ? അതെ, ആ നാശം ഇന്ന് ഇവിടെ വന്നിരുന്നു. അവൾ വന്നതിന്റെ ഐശ്വര്യം കൊണ്ടാ. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എനിക്ക് വഴക്ക് കേട്ടെ. നീ എന്തൊക്കെയാ പറയുന്നേ അഷി? ഒന്ന് തെളിച്ച് പറ. ദുർഗ എന്തിനാ അവിടെ വന്നേ? ആ, എനിക്കറിയില്ല. ഓ, പിന്നെ ഇവിടെ ഒരു കൊച്ചുണ്ടല്ലോ, അതിനെ കാണാനെന്ന പേരിൽ ദുർഗയ്ക്കും കിരണിനും ഇങ്ങോട്ടൊരു വിസിറ്റ് ഉള്ളതല്ലേ. ആ നശിച്ചവൾ കാരണം ഒരു മനസമാധാനം ഇല്ലല്ലോ. അതെ, ഇപ്പൊ എന്നെ കൂടി കാണാനെന്ന പേരില ഇങ്ങോട്ട് വരുന്നത്. മറ്റുള്ളവരുടെ മുന്നില് ഞാൻ ആ നാശത്തിന്റെ അനിയത്തിയാണല്ലോ. അതിന്റെ അധികാരം കാണിക്കാനാവും. നിനക്ക് അവളോട് രണ്ടെണ്ണം പറയാൻ പാടില്ലായിരുന്നു അഷി. ആ, അത് ഞാൻ പറയില്ല, നമുക്ക് തോന്നുന്നുണ്ടോ? മേലാൽ എന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. ബാക്കി ഞാൻ അവൾക്ക് കൊടുത്തോളാം. അവളിങ്ങ് വരട്ടെ. ഉം. ഒന്നാമതേ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ അവൾക്ക് നല്ല കുശുമ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെയുള്ളവരിന്ന് അകറ്റാനായിരിക്കും അവള് വരുന്നത്. ടെൻഷൻ ആവണ്ട. അവളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ അത് വിട്. അല്ല, പൃഥ്വി എന്തിനാ നിന്നെ വഴക്കു പറഞ്ഞേ? അത് പറ. സത്യം പറഞ്ഞ അതിന്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പൃഥ്വിയുടെ ലാപ്ടോപ്പ് എന്തിനാ എടുത്തേ, ഇനി അത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞ എന്നെ വഴക്കു പറഞ്ഞ്. നീ എന്തിനാ പൃഥ്വിയുടെ ലാപ്ടോപ്പ് ഒക്കെ എടുക്കാൻ പോയത്? ഓ, എന്റെ അമ്മയെ ഞാനത് എടുത്തിട്ടില്ല. പൃഥ്വി മറ്റെന്തോ ടെൻഷൻ മനസ്സിൽ വെച്ച് വെറുതെ വഴക്കു പറഞ്ഞതാ. എന്നിട്ട് നീ തിരിച്ചെന്തെങ്കിലും പറഞ്ഞോ മോളെ? പിന്നെ പറയാതെ. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്റെ നേരെ ചാടിക്കൊണ്ടു വന്നാ മിണ്ടാതിരിക്കണോ? ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. അത് വേണ്ടായിരുന്നു അഷി. ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല.